നമ്മള് നിറഞ്ഞു തുളുമ്പാതിരിക്കുക, നിറഞ്ഞങ്ങനെ നിക്കണം, തുളുമ്പരുത്. നമ്മൾ തുളുമ്പാതിരിക്കുക, നമ്മൾ സാധാരണക്കാരനായിട്ട് ജീവിക്കുക. അത് പല സ്ഥലത്തും ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ കുറെ നേരം പോക്കുകൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ഡയറക്ടർ ആണെന്നോ സിനിമാ മേഖല ഉണ്ടെന്നോ ആരോടും പറയരുതെന്ന് പറയും, എന്നെ പരിചയമുള്ള ആൾക്കാരോട്. എന്നിട്ട് ഞാൻ അവിടെ അനുഭവിക്കുന്ന രസം വേറെയാണ്. കാരണം അവിടെ മേക്കപ്പ് ചെയ്യുന്ന, ഇപ്പൊ അടുത്ത് ഒരു സ്ത്രീയാണ് മേക്കപ്പ് ചെയ്തിരുന്നത്. അവരുടെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. ഒരു മൈൻഡില്ല, തീരെ മൈൻഡ് ചെയ്യാതെ. അപ്പൊ ഞാന് പതുക്കെ സിനിമയിലൊക്കെ മേക്കപ്പ് ചെയ്യാറുണ്ടോ, അതൊക്കെ വലിയ ടീമുകളിലൊക്കെ അല്ലേ, ഇതിപ്പോ അങ്ങനെ ആദ്യമായിട്ട് കിട്ടിയതാണ് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് പതുക്കെ ആരോ സൂചിപ്പിക്കുമ്പോ നിങ്ങൾ സിനിമ ഡയറക്ടറാണോ അത് അവസാനം ചിലപ്പോ ലാസ്റ്റ് ദിവസമൊക്കെ ആവും ചിലപ്പോ അറിയുമ്പോ ഉണ്ടാവുന്ന അവരുടെ ഒരു ഭാവം ഭയങ്കര രസമല്ലേ. അതുവരെ പറയാതിരിക്കുക, നമ്മൾ ആദ്യമേ ചെന്ന് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ജാട കെട്ടിട്ടെന്താ കാര്യം. അവിടെ വേറൊരാളെ കീഴിൽ നമ്മൾ അഭിനയിക്കുമ്പോ നമ്മൾ ഒതുങ്ങിയിരിക്കുള്ളൂ, ഒരു അഭിപ്രായം പറയില്ല. മനസ്സിലായി, അതിനൊരു സുഖം വേറെയാണ്. ഒരു മനുഷ്യൻ എത്രത്തോളം ഉയരങ്ങളിൽ എത്തുന്നു അത്രത്തോളം താഴ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ മനുഷ്യൻ എപ്പോഴും മഹാനാവുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ആളുകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നാടിന്റെ ഒക്കെ ഒരു വരദാനമാണ് ശരിക്കും റഷീദ് പാറക്കൽ. മലയാള സിനിമയ്ക്ക് ഒക്കെ ആവശ്യത്ര ഒരു ചെറിയ സിനിമ ചെയ്യുമ്പോഴേക്കും ഞാനെന്തോ വലിയ സംഭവമായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ റഷീദ് പാറക്കൽ വളരെ വ്യത്യസ്തനാവുന്നത്. തീർച്ചയായിട്ടും ഇനിയും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല കഥകൾ ഉണ്ടാവട്ടെ, നല്ല ആവിഷ്കാരങ്ങൾ ഉണ്ടാവട്ടെ, നല്ല ഷോർട്ട് ഫിലിമുകൾ, നല്ല പാട്ടുകൾ എല്ലാം ഉണ്ടാവട്ടെ. അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനായി മാറട്ടെ. ഇപ്പോഴും അറിയപ്പെടുന്നില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഉയരങ്ങളിൽ എത്തട്ടെ, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മമ്മൂക്കേനൊക്കെ വെച്ച് ഒരു ഗംഭീര സിനിമ ചെയ്യാൻ റഷീദ് പാറക്കലിന് ഉടനെ തന്നെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജി ലൈവ് മീഡിയയുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇത്രയും നേരം സഹകരിച്ച റഷീദ് പാറക്കലിന് വളരെയധികം നന്ദി. വീണ്ടും വലിയ അവാർഡം കിട്ടുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും. ഈ ആഗ്രഹവും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹത്തോടു കൂടിയ പ്രവർത്തനം, ഇതാണ് നമുക്ക് വേണ്ടത്, അറിയാലോ. ഈ മൂന്നും നമ്മുടെ കയ്യിൽ ഉഷാറായിട്ട് നിൽക്കുക. നമ്മൾ ഓരോ ദിവസവും ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള സ്വപ്നം കാണുക. ധാരാളം കലാം പറഞ്ഞതുപോലെ നമ്മൾ ധാരാളം സ്വപ്നം കാണുക, പ്രയത്നിക്കുക. ഒന്നും നമ്മളെ പിന്നെ അന്വേഷിച്ചു വരില്ല, നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നമുക്ക് എത്താൻ പറ്റാത്ത ഒരു ഇടമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. എന്തായാലും ജി ലൈവിന്റെ ഈ ഒരു പ്രോഗ്രാം കൂടി നമ്മുടെ അടുത്ത മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണകരമാവും. എല്ലാവരോടും എൻ്റെ ആത്മാർത്ഥമായ സ്നേഹം, സന്തോഷം. അപ്പൊ ഇത്ര നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് റഷീദ് പാറക്കൽ, സിനിമാ സംവിധായകൻ, എഴുത്തുകാരൻ, പാട്ടുകാരൻ, അഭിനേതാവ് തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ നമ്മളോട് ഒപ്പം സഞ്ചരിക്കുന്ന വളരെ ലളിതനായ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇനി തീർച്ചയായിട്ടും വലിയ വലിയ സിനിമകൾ ചെയ്യാൻ മലയാളത്തിൽ റഷീദ് പാറക്കലിന്റെ യുഗം വരാനിരിക്കുന്നുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട് റഷീദ് അങ്ങടെ സമയം വരാനിരിക്കണുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ റഷീദ് കാടെ ഒരു സമയം വരാനിരിക്കുന്നേ ഉള്ളൂ. മമ്മൂക്കയെ പോലുള്ള വലിയ, മമ്മൂക്കയെ ലാലേട്ടനെ വെച്ച സിനിമയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ തീർച്ചയായിട്ടും അത്തരം സിനിമകൾ വരട്ടെ, നമുക്കത് ആസ്വദിക്കാൻ പറ്റട്ടെ. ജി ലൈവിനോടൊപ്പം ചേർന്നതിന് തീർച്ചയായിട്ടും ഒരു വളരെയധികം സ്നേഹം. ഞാനൊരു സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹഗ്ഗാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.